ഹായ് ഫ്രണ്ട്സ്, സുബീസ് കിച്ചൺ മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പച്ചക്കായ കൊണ്ടുള്ളൊരു കുറുക്കുകാലനാണ് തയ്യാറാക്കുന്നത്. ഇതിന് അധികം ചേരുവകളൊന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതുമാണ്. പച്ചക്കായ മാത്രമല്ല ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു കഷ്ണം ചേന കൂടി എടുത്തിട്ടുണ്ട്. ഇവയൊക്കെ നല്ലവണ്ണം കഴുകി നല്ല ചതുര കഷ്ണങ്ങളായി മുറിച്ച് മാറ്റി വെക്കുക. ഇനി ഇത് ഒരു ചട്ടിയിലാണ് വെക്കുന്നത്. എപ്പോഴും കാളനൊക്കെ വെക്കുമ്പോൾ നമുക്ക് ചട്ടി വെക്കുന്നത് തന്നെയാണ് നല്ലത്. അതിൽ ഒരു സ്പൂൺ നിറയെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൽ പിന്നെ നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. എരിവിനായിട്ട് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. കഷ്ണങ്ങളൊക്കെ മുങ്ങി നിൽക്കുന്ന ആ ഒരു പാകത്തിനാണ് വെള്ളവും വെച്ചത്. ഇതൊക്കെ ഒന്ന് അടുപ്പത്ത് കിടന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയൊന്ന് റെഡിയാക്കിയെടുക്കാം. ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക. കായൊക്കെ വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു വെന്ത് വരുന്ന പരുവാകുമ്പോൾ നമുക്ക് അതിലേക്കുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒന്ന് പിടിക്കുന്ന വരെ ഒന്ന് തിളപ്പിച്ചു കൊടുക്കുക. പച്ചക്കായ ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള തീയിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. അപ്പോൾ കായൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അങ്ങ് കലക്കാം. തേങ്ങ കുറച്ച് തൈര് ചേർത്തിട്ട് അങ്ങ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തേങ്ങ തൈര് ചേർത്തിട്ട് അരച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ കറിയിൽ ആ ഒരു അധികമൊന്നും വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചത്. പിന്നെ തൈര് നല്ല കട്ടി തൈരാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടുന്നുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നാൽ മതി. കൂടുതൽ തിളയ്ക്കേണ്ട, തൈരാണ്. അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് അടുപ്പത്ത് വെച്ച് തിള വരുന്ന സമയത്ത് നമുക്കിത് വാങ്ങി വെക്കാം. കറി ഇതാ നല്ലവണ്ണം തിളച്ചൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇതിലേക്ക് വേണ്ട വറവ് കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് കൂടി ചേർത്ത് കൊടുത്തു. കടുക് നല്ലവണ്ണം പൊട്ടി വരുമ്പോൾ ഒരു 3-4 ഉണക്കമുളക് കൂടി ചേർത്ത് വാങ്ങി വെക്കുക. ഇത് വേവിച്ച് വെച്ച കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കുറുക്കുകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ.